ആകാശലോകം കണ്ണുവച്ചിട്ടുള്ള അതിമനോഹരമായ ഒരു സദസ്സിലാണ് നമ്മളുള്ളത്. ആത്മീയ കാര്യങ്ങളിൽ നല്ല പാണ്ഡിത്യമുള്ള ഒരു സ്റ്റേജിൻ്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് എന്ത് പറയണം എന്ന കാര്യത്തിലും എനിക്ക് ആശങ്കയുണ്ട്. എന്തായാലും ഈ നാട്ടിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന, കാണാൻ സാധ്യതയില്ലാത്ത ഒരു വലിയ സദസ്സാണ് ഇത്. ഫാമിലി സോഷ്യലൈസേഷൻ പൂർണ്ണമായും നിലച്ചിട്ടുണ്ട്. ഞാനും എൻ്റെ വീടും എൻ്റെ കെട്ടിയോളും കുട്ടികളും എൻ്റെ ചുറ്റുമതിലും. അതിനപ്പുറത്തേക്ക് വികസിക്കാത്ത ഒരു കാലത്താണ് നമ്മളുള്ളത് എന്നത് നമ്മളെ വല്ലാതെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. ഈ അവസ്ഥയിൽ ഇന്നത്തെ ദിവസം അവസാനിക്കുമ്പോൾ ഭൂമിയിൽ മനുഷ്യർ കൂടിയതിൻ്റെ ഗൗരവമനുസരിച്ച് അള്ളാഹുവിങ്കൽ ഒരു ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ അതിൽ ഒന്നാമത്തെ ലിസ്റ്റിൽ നിങ്ങളുണ്ടാകും എന്നാണ് നമ്മുടെ പ്രതീക്ഷ. ആയതിനാൽ തന്നെ ഈ അനുഗ്രഹീത കുടുംബയോഗത്തിലേക്ക് എന്നെയും കൂട്ടുകൂട്ടിയതിന് എൻ്റെ സന്തോഷം നിങ്ങളെ അറിയിക്കുന്നു. ഉപദേശം എന്നത് പുതിയ തലമുറക്ക് ഏറ്റവും വെറുക്കപ്പെട്ടതാണ്. ദ മോസ്റ്റ് കണ്ടംപ്ച്വസ് ഈസ് ദ അഡ്വൈസ്. പുതിയ തലമുറ എന്ന് പറയുന്നത് ഞാൻ അടക്കമുള്ള മുതിർന്നവരാണ്. ഉപദേശവും നല്ല കാര്യങ്ങളിലേക്കും മനുഷ്യർ ചെവി കൊടുക്കാത്ത ഒരു കാലത്ത് ഈ വർത്തമാനത്തെ ഞാൻ എന്ത് വിളിക്കണം എന്നെനിക്കറിയില്ല. വൈസ് റിമൈൻഡർ, തദ്കിറ, കേൾക്കേണ്ടവർക്ക് കേൾക്കാം. പക്ഷെ കാര്യം ഇങ്ങനെയാണ്, മേക്ക് എ ചോയ്സ്. വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ചോയ്സസ് ഹാവ് കോൺസിക്വൻസസ്. ഏതെടുത്താലും അതിന് അനന്തരഫലമുണ്ടാകും. അത്തരത്തിലുള്ള ഒന്ന് രണ്ട് വർത്തമാനം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. കുടുംബം എന്നൊക്കെ കേൾക്കുമ്പോൾ ഈ ലോകത്ത് എഴുതപ്പെട്ട എല്ലാ കുടുംബ ചരിത്രവും പറയുന്നത് മനുഷ്യൻ ഭൂമിയിലേക്ക് വരുമ്പോൾ തനിച്ചായിരുന്നു, അവർക്ക് തുണിയില്ലായിരുന്നു. പിന്നീട് മനുഷ്യർ ജീവിച്ചു തുടങ്ങിയപ്പോൾ അവൻ്റെ ബുദ്ധിവികാസം സംഭവിച്ചപ്പോൾ മനുഷ്യൻ്റെ കണ്ടെത്തലാണ്, മനുഷ്യബുദ്ധിയുടെ കണ്ടെത്തലാണ് കുടുംബ സംവിധാനം എന്നതാണ്. എല്ലാ എഴുതപ്പെട്ട കുടുംബ ചരിത്രവും പറയുന്നത് ഇറ്റ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ഹ്യൂമൻ ഇൻ്റലിജൻസ്. മനുഷ്യബുദ്ധി കണ്ടെത്തിയ ഒരു സംവിധാനമാണ് കുടുംബം എന്നതാണ്. എന്നാൽ ഇസ്ലാമികമായ കുടുംബത്തിനെ കുറിച്ചുള്ള സങ്കല്പം ആകാശ ലോകത്ത് നിന്ന് ആദമിനെയും ഹവ്വയെയും അള്ളാഹു പുറത്താക്കിയപ്പോൾ അവർ ഈ ഭൂമിയിൽ ഇറങ്ങുമ്പോൾ ഇറങ്ങി വന്ന ആദ്യത്തെ സംവിധാനമാണ് കുടുംബം എന്നതാണ്. ആ വ്യക്തികൾ മാത്രമല്ല ആകാശത്ത് നിന്നിറങ്ങുന്നത്, കുടുംബം എന്ന സംവിധാനമാണ്. എന്ന് വെച്ചാൽ ഭൂമി ലോകത്തേക്ക് പടച്ച തമ്പുരാൻ മനുഷ്യന്റെ കയ്യിൽ ആദ്യമായി ഏൽപ്പിച്ച അമാനത്താണ് കുടുംബ സംവിധാനം എന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയാറുള്ളത്, മനുഷ്യന്റെ തറവാട്ടിലേക്ക് നിന്നെ തിരിച്ചു കയറ്റില്ല. മനുഷ്യന്റെ തറവാട് സ്വർഗമാണ്. നമ്മുടെ ആത്മാവ് ജനിച്ചതും പിറന്നു വീണതും അവിടെയാണ്. ഒരു തെറ്റ് ചെയ്തപ്പോൾ അള്ളാഹുവിന് പറയേണ്ടി വന്നു, ഇഹ്ബിതു, കടക്കട പുറത്ത്, ഗെറ്റ് ഔട്ട് ഓഫ് ദ ഹെവൻസ്. ഖുർആൻ ഉപയോഗിച്ച പദങ്ങളിൽ ഏറ്റവും കർക്കശമായ പദമാണത്, ഇറങ്ങു പുറത്ത്. ഇനി നമ്മളെ തിരിച്ചെടുക്കണം, ഉറപ്പാ. അങ്ങനെ തിരിച്ചെടുക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ നിയമങ്ങൾ കർക്കശമായി പാലിക്കണം. പാലിച്ചില്ലെങ്കിൽ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ഭൂമി ലോകത്തേക്ക് മനുഷ്യൻ അള്ളാഹുവിൻ്റെ കയ്യിലേൽപ്പിച്ച ആദ്യത്തെ അമാനത്താണ് കുടുംബ സംവിധാനം എന്ന രീതിയിൽ ആദ്യം നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു കോടതി ഉണ്ടാകും. അത് കുടുംബത്തെക്കുറിച്ചാണ്. കുടുംബത്തിൻ്റെ കാര്യം പറഞ്ഞിട്ട് പോയാൽ മതി. ആത്മീയതയും നമ്മൾ ചെയ്തു വെക്കുന്ന പ്രവർത്തനങ്ങളുമൊക്കെ മാറ്റിവെച്ചിട്ട് ഇത് പറഞ്ഞിട്ട് പോ എന്ന് പറഞ്ഞ് നമ്മളെ കൂട്ടിൽ കയറ്റി നിർത്തുമ്പോൾ ഈ ആധുനിക കാലത്ത് ജീവിക്കുന്ന ഞാനും നിങ്ങളും കാലിടറാൻ സാധ്യതയുണ്ടാകും. ഉറപ്പാണ്, കാലിടറാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ടെന്നറിയോ? നമ്മുടെ കുടുംബത്തിലെ ഒരംഗത്തെയും നമ്മൾ തിരഞ്ഞെടുത്തിട്ടില്ലല്ലോ. എൻ്റെ ഉപ്പാനെ തിരഞ്ഞെടുത്തത് ഞാനല്ല, എൻ്റെ ഉമ്മാനെ തിരഞ്ഞെടുത്തതിൽ എനിക്ക് സ്വാതന്ത്ര്യമില്ല. അങ്ങ് തുടങ്ങി എൻ്റെ മൂത്താപ്പ, എളാപ്പ, അമ്മായി, അമ്മാമൻ തുടങ്ങിയ ഒരു മനുഷ്യനെയും എനിക്ക് തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യം തന്നിട്ടില്ല. മറിച്ച് റബ്ബ് തന്നതാ. പിടിക്ക് വരെ, നിന്റെ മൂത്താപ്പയായി, നിന്റെ എളാപ്പയായി, നിന്റെ അനിയനായി, നിന്റെ ഉമ്മയായി, ഇത് പിടിക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ തന്നതാ. ഇനി നമ്മൾ ആലോചിച്ച് നോക്കൂ, ഇങ്ങനെയുള്ള ഒരു കുടുംബ സംവിധാനം അത് ജീർണിച്ച് ലോകാവസാനത്തിന് മുമ്പ് ഒരു കുടുംബ വ്യവസ്ഥയിലേക്ക് പരുവപ്പെടും എന്ന് റബ്ബ് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഏതാണ് ആ വീട്? കുടുംബം തുടങ്ങുന്നത് നമ്മുടെ നാട്ടിൽ ലോകത്തിലെല്ലായിടത്തും കുടുംബം ജോയിന്റ് ഫാമിലി ആയിരുന്നു, കൂട്ടുകുടുംബം.
മൂല്യങ്ങളുടെ ഇടം, ആർക്കും ഒരു വിഷമവുമില്ലാത്ത കാലം, ആർക്കും സാമ്പത്തിക പ്രതിസന്ധി ഇല്ലാത്ത കാലം. ജ്യേഷ്ഠന് അസുഖം വരുമ്പോൾ അവൻ വീട്ടിൽ കിടക്കും, അനിയൻ ജോലിക്ക് പോയി മറ്റുള്ളവരെ പോറ്റും. അതിമനോഹരമായ സങ്കല്പം. ഏതെങ്കിലും ഒരു പെൺകുട്ടിയെങ്ങാനും തൊട്ടടുത്ത മുറിയിൽ നിന്ന് കരഞ്ഞാൽ ആ വീട്ടിലെ ആണുങ്ങൾ ഇറങ്ങി ചോദിക്കും, എന്തിനാടി നീ കരഞ്ഞതെന്ന. നീതിയുടെ ഇടം. ഇങ്ങനെയായിരുന്നു നമ്മൾ കണ്ട കുടുംബ വ്യവസ്ഥ. അത് മാറി മാറി രണ്ടാമത്തെ ഫേസിലേക്ക് പോയി. ന്യൂക്ലിയർ ഫാമിലി. എല്ലാവരും കൂടിക്കുഴഞ്ഞ് ഒരേ വീട്ടിൽ താമസിക്കുമ്പോൾ എൻ്റെ മക്കളെയും എൻ്റെ കുട്ടികളൊന്നും എനിക്ക് നോക്കാൻ പറ്റില്ലെന്ന് മനുഷ്യബുദ്ധി അവനോട് തന്നെ സംവദിച്ചപ്പോൾ കുടുംബ വ്യവസ്ഥയിൽ നിന്ന് മനുഷ്യൻ ഡിറ്റാച്ച്ഡായി മാറി ഒറ്റക്കൊറ്റക്ക് താമസിക്കാൻ തുടങ്ങി. അതെങ്ങനെ ചുരുങ്ങി ചുരുങ്ങി സാമൂഹിക ജീവിതം വളരെ ചുരുങ്ങിയായി. അവിടെ ഓനും കുട്ടികളും ഇങ്ങനെ കിടന്നിങ്ങനെ കഴിയുക. പക്ഷേ അത് നല്ല നിലയിൽ പോകും എന്നാ നമ്മളൊക്കെ ധരിച്ചത്. അത് കഴിഞ്ഞ് മൂന്നാമത്തെ ഫേസിലേക്ക് കുടുംബം വന്നു. പ്രഷർ കുക്കർ ഫാമിലി. എല്ലാവരും അടിയും തല്ലും. എന്തിനവർ തല്ലണം? അള്ളാഹു കൊടുത്ത എല്ലാ അനുഗ്രഹങ്ങളും ആ വീട്ടിനകത്തുണ്ട്. പക്ഷേ വാപ്പാക്ക് ടെൻഷൻ, ഉമ്മാക്ക് ടെൻഷൻ, മൂത്തോന് ടെൻഷൻ, അനിയത്തിക്ക് ടെൻഷൻ. അവസാനം LKG പഠിക്കുന്ന കുട്ടിയിലേക്ക് വരെ വീട്ടിൻ്റെ സമ്മർദ്ദം കൊടുത്തു നമ്മൾ. ഒരു സമാധാനം എന്ന് പറയുന്നത് കിട്ടാകനിയായ കുടുംബം. അതും കഴിഞ്ഞ് നാലാമത്തെ ഫേസിലാണ് നമ്മളുള്ളത്. ദ സ്പൈഡർ ഫാമിലി. 8 കാലി വീട്ടിലാണോ താമസം? ഇത് ഞാൻ പറയുന്നതല്ല. അള്ളാഹുവിനെ അനുസരിക്കാതെ താന്തോന്നിയായി ജീവിക്കുന്ന മനുഷ്യ കുടുംബത്തെ അള്ളാഹു വിളിച്ചത് ബൈത്തുൽ അൻകബൂത്ത്. വ ഇന്ന ഔഹനൽ ബുയൂത്ത് ലബൈത്തുൽ അൻകബൂത്ത്. അതിമനോഹരമായ കമ്പാരിസൺ. ഒന്ന് പഠിച്ചു നോക്കണം. സൂറത്തുൽ അൻകബൂത്തിലെ 42-ാമത്തെ വചനം വല്ലാതെ നമ്മളെ അത്ഭുതപ്പെടുത്തും. മനുഷ്യനാണ് ഖുർആനിന്റെ ഇതിവൃത്തം. മനുഷ്യനോടാണ് സംവദിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യനോട് കാര്യം പറയുമ്പോൾ അവന് പെട്ടെന്ന് മനസ്സിലാകാൻ അള്ളാഹു ഉപയോഗിക്കുന്ന ഒരു മെത്തഡോളജിയാണ് കമ്പാരിസൺ. ഒന്നങ്ങ് ചേർത്ത് വെച്ചേക്കും. നമ്മളെടുത്ത് പറയാ, നിങ്ങളൊക്കെ 8 കാലി വീട്ടിൽ താമസിക്കുന്ന കാലം വരും. പക്ഷേ 8 കാലി മണ്ടൻ അറിയില്ല ഭൂമി ലോകത്ത് ഇത്രമേൽ പാപ്പരായ വീട്ടിലാണ് അവൻ താമസിക്കുന്നതെന്ന്. അവന് മാത്രം അറിയില്ല. എന്താണ് ഈ പറഞ്ഞെന്നറിയോ? നമ്മളൊക്കെ ഒരു 8 കാലി പോലെയാ അല്ലേ? 8 കാലിന്റെ പണി എന്താ? ആയുസ് മുഴുവൻ വീട് വെക്കുന്നതിലല്ലാതെ ഒന്നിലും ശ്രദ്ധിക്കാത്ത ഒരേ ഒരു ജീവി അത് 8 കാലിയാണ്. അത് ജനിച്ച് മരിക്കുന്നതിന്റെ അതിന്റെ ഷോർട്ട് ലൈഫ് സ്പാനിനകത്ത് 10,000 ഹോംസ്, 10,000 കണക്കിന് വീട് വെക്കും. വീട് വെക്കല പണി. ഒരിക്കൽ ആവർത്തിച്ച് അതേ സ്ട്രക്ചറിൽ മറ്റൊരിക്കൽ ആവർത്തിക്കില്ല. അമേസിംഗ് ആർക്കിടെക്ട്. മനുഷ്യ ബുദ്ധിക്ക് പോലും കോപ്പി അടിക്കാൻ പറ്റൂല അവന്റെ ആർക്കിടെക്ചറിനെ. അത്ര അത്ഭുത ജീവിയാണത്. എന്നിട്ട് എന്തായി? വീടിങ്ങനെ വെച്ചിട്ട് ആ വീട്ടിനകത്ത് ഇങ്ങനെയാണ്. വീട് വെച്ച് തീരുമ്പോ 8 കാലി ഇരിക്കാറില്ല. 8 കാലി ഇങ്ങനെ ആടും. 8 കാലി ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും. എന്തിനാണ് ആടുന്നതെന്നറിയുമോ? അവന്റെ മനസ്സിന്റെ അഹങ്കാരമാണ് അവന്റെ എക്സ്ട്രമിറ്റീസിനെ, കാലുകൾക്ക് ചലനം കൊടുക്കുന്നത്. എന്താണ് അവൻ ഓർക്കുന്നത്? ഈ നാട്ടിൽ, ഈ പ്രദേശത്ത് എൻ്റെ വീടിനേക്കാൾ വലിയ വീട് ആർക്കുണ്ട്? നമ്മുടെ കുടുംബത്തിൽ എൻ്റെ വീട്ടിനേക്കാൾ വലിയ വീട് വേറെ ആർക്കുണ്ട്? ഇതിനേക്കാൾ ബെഡ്റൂമുള്ള, പാർക്കിംഗ് സ്പേസ് ഉള്ള, ക്യാബിൻ്റെ കിച്ചനുള്ള, ഇന്റീരിയറുള്ള വീട് വേറെ ആർക്കുമില്ല. പക്ഷേ ഈ മണ്ടൻ 8 കാലിക്ക് അറിയാത്തൊരു സത്യമുണ്ട്. അവൻ വലിയ കാര്യത്തിൽ കഷ്ടപ്പെട്ട് ആയുസ് മുഴുവൻ ചിലവഴിച്ചുണ്ടാക്കിയ ഈ വീടിന്റെ 4 അയലത്തുകൂടെ മുകളിൽ നിന്ന് നിസ്സാരമായ ഒരു കരിയിലെങ്ങാനും അതിന്റെ അടുത്തുകൂടെ പാറിപ്പോയാൽ അവനുണ്ടാക്കിയ വീടിന്റെ സകല സുരക്ഷിതത്വവും കെട്ടിപ്പൊട്ടി പാളീസാകുമെന്ന് ഈ മണ്ടൻ 8 കാലിക്ക് അറിയില്ല. ഏതാണ്ട് നമ്മൾ താമസിക്കുന്നത് 8 കാലിയുടെ വീട്ടിൽ തന്നെ. വീടൊക്കെ നന്നാക്കി മനോഹരമാക്കി ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് ഒരു സ്പിരിച്വൽ ആർക്കിടെക്ചർ ഉണ്ട്. അതിൽ കുറെ മനുഷ്യർ വളരുന്നുണ്ട്. അതിൽ കുറെ മനുഷ്യരുടെ വളർച്ചയുണ്ട്. അതിലേക്ക് എൻ്റെ ശ്രദ്ധ പോയിട്ടേയില്ല. അതുകൊണ്ട് എന്തായി? നമ്മുടെ വീടുകളിൽ 10-23 വർഷക്കാലം വരെ മകളെ വളർത്തി വലുതാക്കി 4 ആളുടെ മുന്നിൽ വെച്ച് കൈപിടിച്ച് കൊടുക്കണം എന്ന് സ്വപ്നം കണ്ട് നടക്കുന്ന വാപ്പയും ഉമ്മയും കാണുന്നത് ഒരു സുപ്രഭാതത്തിൽ ഇതാണ് എൻ്റെ ബോയ് ഫ്രണ്ട് എന്ന് പറഞ്ഞിങ്ങനെ കാണിച്ചു കൊടുക്കും. മര്യാദക്ക് കല്യാണം കഴിച്ചു തരണം, അല്ലെങ്കിൽ ഞാൻ അങ്ങ് കഴിച്ചേക്കും. മാനം പോകാതിരിക്കാൻ ഒരു കല്യാണ കത്ത് കൊടുത്തിട്ട് എല്ലാരും വിളിച്ചോ എന്ന് പറയാം. അല്ലെങ്കിൽ വീടിന്റെ 4 അയലത്തുകൂടെ പോകുന്ന ബംഗാളി മിസ്കോൾ അടിക്കുമ്പോൾ ഇറങ്ങി പോകുന്ന പെൺകുട്ടികൾ. സ്പൈഡർ ഹോം. ദുർബലപ്പെട്ട വീട്, 8 കാലി വീട്. ഞാനും നിങ്ങളുമൊക്കെ നന്നായി വളർത്തി വലുതാക്കിയ ആൺമക്കൾ വെറുതെ ഇങ്ങനെ പോകുമ്പോൾ നിന്റെ ചുണ്ടൊന്ന് നീട്ടിയാൽ ആ ചുണ്ടിന്റെ ഉള്ളിലേക്ക് ഒരു പഞ്ചസാര തരിയിട്ടാൽ
6 മണിക്കൂർ നേരത്തേക്ക് നിനക്ക് പറക്കാം എന്ന് പറയുമ്പോൾ നാക്ക് നീട്ടാൻ വിധിക്കപ്പെട്ടവർ. ഇത് സ്പൈഡർ ഹോമാണ്. പടച്ചവനാണ് പറയുന്നത്, ഔഹനൽ ബുയൂത്ത്, എന്തിനാണ് ഇത്ര ദൗർബല്യത്തെ വീട് നീ ഉണ്ടാക്കിയത്? മനുഷ്യനെയാണ് കൈ ചൂണ്ടുന്നത്. നമ്മളൊക്കെ ഉത്തരവാദികളാണ്. ഇതിന് ഉത്തരം നമ്മൾ പറയണ്ടേ? ആരെയാണ് കുറ്റപ്പെടുത്തുക? കാലത്തെ കുറ്റപ്പെടുത്തരുത്. കാലം പടച്ചവനാണ് തിരിക്കുന്നത്. ഈ പ്രസംഗത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ ബഹുമാന്യനായ ഉദ്ഘാടന പ്രസംഗൻ വളരെ പോസിറ്റീവായ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തി. കാലമൊക്കെ വളരുമ്പോൾ മനുഷ്യർക്ക് മാറ്റമൊക്കെ വരും എന്ന്. മനോഹരമായ ഒരു പെർസെപ്ഷനാണത്. ഈ കാലത്തെ വളർത്തിയത് പടച്ചവനാണ്, ഇതിലൂടെ തന്നെ സഞ്ചരിക്കണം എന്ന് വിധിച്ചതും പടച്ചവനാണ്. അപ്പോഴൊക്കെ എൻ്റെ ഉത്തരവാദിത്തങ്ങൾ മാറി മറിയും എന്നാണ് പറയുന്നത്. എങ്ങനെയാവണം? കുടുംബനാഥൻ എന്ന രീതിയിൽ ഞാനൊരു കാര്യം പറയാം, എല്ലാവർക്കും വേണ്ടി പറയാം. പെണ്ണുങ്ങളുണ്ട്, കുട്ടികളുണ്ട്, ചെറിയ കുട്ടികളുണ്ട്, കോളേജിൽ പഠിക്കുന്നവരുണ്ട്. സദസ്സ് വ്യത്യസ്തമായതുകൊണ്ട് എല്ലാവർക്കും വേണ്ടി ഓരോ കാര്യം പറയാം. മുതിർന്ന തലമുറയോട് എനിക്ക് പറയാനുള്ളത്, ഈ മക്കളെ നിങ്ങൾ മനസ്സിലാക്കണം എന്നതാണ്. അവരോടൊപ്പം സഞ്ചരിക്കണം. അതിനെയാണ് വാലിദിൽ നിന്ന് വലിയിലേക്കുള്ള ഒരു മൈഗ്രേഷൻ ഉണ്ട്, ഹിജ്റയുണ്ട്. ആരാണ് വാലിദ്? അത് ബയോളജിക്കൽ പൊസിഷനാണ്. എന്താ ബയോളജിക്കൽ പൊസിഷൻ? എൻ്റെ കുട്ടിയുടെ സൃഷ്ടിപ്പിൽ ഞാൻ ശാരീരികമായി കാരണക്കാരനായി എന്ന ഓട്ടോമാറ്റിക്കലായി നമുക്ക് ലഭിച്ച ഒരു സ്ഥാനമാണത്. ആ വാലിദിൽ നിന്ന് വലിയിലേക്ക് ഗാർഡിയൻ, രക്ഷകൻ, ആ രക്ഷകനിലേക്കുള്ള റോളിലേക്ക് മാറാൻ നമുക്ക് സമയമായിട്ടുണ്ട്. പാരന്റും ഗാർഡിയനും ഇത് രണ്ടും രണ്ടാണ്. തീറ്റ കൊടുക്കുന്ന, വസ്ത്രം കൊടുക്കുന്ന, വീടൊരുക്കുന്ന ഒരാൾക്ക് നമ്മൾ ഇങ്ങനെ പറയാം, അയാളൊരു പിതാവാണ്. അതിനപ്പുറത്തേക്ക് എൻ്റെ കുട്ടിയുടെ ഈ ലോകത്തെയും പരലോകത്തെയും, 2 ലോകത്തെയും ഉള്ളിൽ കണ്ടുകൊണ്ട് അവന് ഹിദായത്ത് നൽകുന്നവനാരോ അവനാണ് വലിയ രക്ഷകൻ. ആ രക്ഷകന്റെ റോളിലേക്ക് നമുക്ക് മാറാൻ സമയമായിട്ടുണ്ട്. അത് മാറണമെങ്കിൽ കാലത്തെ പിടിക്കണം. എൻ്റെ ഫിനാൻഷ്യൽ ലിറ്ററസിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇതെനിക്ക് ഇപ്പോൾ വേണ്ടതാണ്, ഇതെനിക്ക് വേണം, പക്ഷേ കുറച്ച് കഴിഞ്ഞ് കിട്ടിയാൽ മതി. ഇതെനിക്ക് വേണം, അത് എപ്പോഴെങ്കിലും കിട്ടിയാൽ മതി. ഇതെന്റെ ജീവിതത്തിൽ വേണ്ടാത്ത സാധനമാണ് എന്ന് തിരിച്ചറിയിപ്പിക്കാൻ നമ്മൾ പഠിക്കണം. അതുകൊണ്ട് എന്തായി? എൻ്റെ കയ്യിൽ പൈസ ഇല്ല എന്ന് മാത്രം പറയരുത്. ഭാര്യ ചോദിക്കും, പിന്നെ എന്തിനാ കല്യാണം കഴിക്കാൻ പോയെന്നാണ് അതിനർത്ഥം. മക്കള് ചോദിക്കും, പിന്നെ എന്തിനാ? അതെനിക്ക് പൂരിപ്പിക്കാൻ പറ്റൂല. പൈസ അല്ലെങ്കിൽ കിഡ്നി വിറ്റിട്ടെങ്കിലും കൊണ്ടുപോവാ മനുഷ്യ. ATM പാരന്റ് ആയി പോകരുത്. മക്കൾ ഇങ്ങനെ വരക്കുമ്പോ ATM പാരന്റോട് എങ്ങനെ വരക്കും? അപ്പ മാത്രമേ അടുത്തു വരൂ. പൈസക്ക് വേണ്ടി മാത്രമേ ATM കൗണ്ടറിന്റെ അടുത്തേക്ക് വരൂ. ATM കൗണ്ടറിലേക്ക് പൈസ പിൻവലിക്കാനല്ലാതെ ഒരു മനുഷ്യനും എടുക്കാറില്ല. അതേപോലെ പൈസ വരുമ്പോ അങ്ങനെ വരക്കാൻ വരും. അപ്പൊ അങ്ങനെ തള്ളിക്കൊടുക്കുന്ന ആളല്ല നമ്മൾ, അല്ലേ? ഇതൊരു വലിയ പ്രശ്നമാണ്. ഇത് മനസ്സിലാക്കാൻ എനിക്കൊന്നും പറ്റിയിട്ടില്ല. രണ്ടാമത്തേത്, ഇവർ ജനറേഷൻ ഹൈബ്രിഡ് ആണ്. ജനറേഷൻ ഹൈബ്രിഡ് എന്താ? ജനറേഷൻ ഹൈബ്രിഡ് ഫിസിക്കൽ ലൈഫിൽ കുറച്ചേരം ഇങ്ങനെ കൂട്ടത്തിൽ കൂടിയൊക്കെ ഉണ്ടാവും. പിന്നെ ഉടനെ ഡിജിറ്റൽ ലൈഫിലേക്ക് പോകും. ഞാനും എൻ്റെ ഫോണും ആ ലോകത്തിലാണ് അവർ. അവിടെ ഇല്ലാത്ത ഒരു സാധനമില്ല, എല്ലാം കിട്ടും, അല്ലേ? ഹങ്കർ ബട്ടൺ, വിശക്കുമ്പോ അടുക്കളയിലേക്ക് പോകണ്ട, അവൻ അതിൽ വെട്ടിയാൽ അവന് സാധനം വരും, അല്ലേ? ആണ്. ലെസ്റ്റ് ബട്ടൺ, എന്റെ ശാരീരികമായ ആവശ്യങ്ങൾ നിറവേറ്റണമെങ്കിൽ എല്ലാം നിനക്കതിൽ കാണാം. എല്ലാം ഒരു സാധനത്തിലാണ്. ഇതിങ്ങനെ കറങ്ങി തിരിഞ്ഞു പോവണം. ഇതിന്റെ താളം തെറ്റിയാൽ ഈ ലോകത്ത് മരുന്നില്ലാത്ത ഒരേ ഒരു രോഗമാണ് ഈ സാധനം. പേടിക്കേണ്ടതാണ്. ചെറിയ കുട്ടികൾ 1 മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഫോൺ അഡിക്ഷൻ ഉണ്ടോ എന്ന് ഉമ്മമാര് ചെക്ക് ചെയ്യണം. എങ്ങനെ അഡിക്ഷൻ തിരിച്ചറിയാം? കുട്ടിക്ക് ഫോൺ കൊടുക്കാതിരിക്കുമ്പോ കാലിട്ടടിച്ച് അവനത് വാങ്ങിയാൽ അവൻ അഡിക്ഷൻ ഉണ്ട്. ആ രോഗം 7ാം ക്ലാസ്സും കഴിഞ്ഞ് മാറിയിട്ടെങ്കിൽ 13-നുള്ളിലേക്കും ഇന്റർനെറ്റ് ബ്രൂഡിങ്ങിലേക്ക് ആ രോഗം വളരും. എന്താ ബ്രൂഡിംഗ് എന്ന് പറഞ്ഞാൽ? അടയിരിക്കുകയാണ്, ഫോണിൽ അടയിരിക്കുന്നു. അടയിരിക്കുന്ന കോഴിയുടെ അടുത്തേക്ക് സമീപിച്ചാൽ അത് കൊത്തി വലിക്കും. എന്തിനാ അപ്പ എന്നെ വിളിക്കാൻ വന്നത്? ചോറിന് ഞാൻ അങ്ങോട്ട് വരില്ലേ? ബെല്ലടിച്ചിട്ട് വന്നൂടെ? എന്തിനാ അങ്ങനെ എന്നെ വിളിക്കുന്നത് എന്ന് തുടങ്ങി ഇങ്ങനെ ചൂടാവണുണ്ടെങ്കിൽ അവൻ മാനസിക രോഗിയാണ്, അല്ലേ? മൂന്നാമത്തതാണ്, കുറച്ചുകൂടെ കഴിയുമ്പോൾ 20 വയസ്സാകുമ്പോഴേക്കും ഡേ നൈറ്റ് റിവേഴ്സൽ. രാവും പകലും അവൻ മാറ്റിയിട്ടുണ്ടാവും, അല്ലേ? രാവും പകലും മാറിയിട്ടുണ്ടാവും. രാത്രി കാലത്ത് ഉണർന്നിരിക്കും, പകലവൻ ഉറങ്ങും. ഇനി അതിനെ കൊല്ലാനല്ലാതെ ഒന്നിനും പറ്റില്ല. അതെ, പോലീസുകാർ അങ്ങനെ പറയാം. റൂം 3 ദിവസം അടച്ചിട്ടിട്ട് ഭക്ഷണം കഴിക്കാതെ ബാത്റൂമിൽ പോകാതെ ഫോണിന് അഡിക്റ്റായി ഇരിക്കണു സാറേ എന്ന് പറയുമ്പോൾ പോലീസ് ഓഫീസർ പറയുന്നത് അതിനൊന്നും നീ ചെയ്യാനില്ല, ചത്തുപോയിക്കോട്ടെ എന്നാണ്.
ഇതിന് ചികിത്സിക്കാൻ മരുന്നില്ല. ഏതെങ്കിലും ഒരു ചികിത്സകനുണ്ടെങ്കിൽ അവൻ്റെ പാരന്റ് മാത്രമാണ്. അത് ദുർബലപ്പെട്ടാൽ ആ കുട്ടി നമുക്ക് തിരിച്ചു കിട്ടൂല. അപ്പം നമ്മളെ നോക്കണം അല്ലേ? അതോടൊന്ന് അറിയണം. മൂന്നാമത്തേത് അത് പറയാതിരിക്കാൻ വയ്യ, വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഒന്നിവർ ജനറേഷൻ സർപ്ലസ്, 2 ജനറേഷൻ ഹൈബ്രിഡ്. ഇതിൻ്റെ രണ്ടിൻ്റെ പ്രയാസങ്ങളും കൂടി. മൂന്നാമത്തത് കൂടെ ഈ മക്കളുടെ തലയിലുണ്ട്, ജനറേഷൻ പോസ്റ്റ് പാൻഡമിക്, കോവിഡാനന്തര തലമുറ. കോവിഡിന് മുമ്പുള്ള കുട്ടികളല്ല ഇവർ. പിന്നെയോ കോവിഡിന് ശേഷമുള്ള നമ്മളെ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിൽ കറക്റ്റ് വ്യതിചലനം സംഭവിച്ചിട്ടുണ്ട്. +2 കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന കുട്ടിക്കും എഴുത്തും വായനയും അറിയില്ല. നിങ്ങൾക്കറിയോ അത്? അവന്റെ പേര് മാത്രമേ എഴുതൂ. ഉമ്മയുടെ പേര് എഴുതാൻ പറയാൻ അറിയില്ല. അത്ര മോശക്കാരാണ്. എന്താ അതിന്റെ കാരണം? അവർക്ക് 4 പ്രശ്നമുണ്ട്. ഒന്നാമത്തെ പ്രശ്നം ഇന്റലക്ച്വൽ ലോക്ക്ഡൗൺ. ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ടതാണ് അല്ലേ? എന്താ ഇന്റലക്ച്വൽ ലോക്ക്ഡൗൺ? എന്ത് പണി പറഞ്ഞാലും അവനൊരു കുഴപ്പമില്ല. പഠിക്കാൻ പറഞ്ഞാൽ ഓൻ പറയിടാവും. അത് മാത്രം ഇപ്പൊ പറയരുത്, അതൊക്കെ ഞാൻ നോക്കിക്കോളാം അല്ലേ? ജീവിക്കണമെങ്കിലും ജയിക്കണമെങ്കിലും പൈസ ഉണ്ടാക്കണമെങ്കിലും വിവരമൊന്നും വേണ്ട, കുറച്ച് കഴിവുണ്ടായാൽ മതി. എന്നാ വല്ല കഴിവുണ്ടോ എൻ്റെ അടുത്ത്? ഇല്ല, ഒരു സാധനം എൻ്റെ അടുത്തില്ല. ഇന്റലക്ച്വൽ ലോക്ക്ഡൗൺ. ഗൗരവകരമായി പഠിക്കാൻ കഴിയുന്നില്ല. ഒരു മനുഷ്യൻ നേടുന്ന അറിവുകളിലെ ഏറ്റവും കനത്ത അറിവ് ജീവിക്കുന്ന കാലത്ത് പഠിക്കലാകുന്നു. അതറിയാത്തവനേക്കാൾ അല്ലേ, അതറിയാത്തവന് ഒരുപാട് പ്രയാസം ഉണ്ടാക്കും. ദ വൈസസ്റ്റ്, ഏറ്റവും ബുദ്ധിയുള്ളയാൾ ജീവിക്കുന്ന കാലത്ത് അറിയലാണ്. ആ കാലത്ത് അറിയുമ്പോൾ നമ്മുടെ മക്കൾക്ക് ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല. ഒരിക്കലും മക്കളിലേക്ക് കൈ ചൂണ്ടരുത്. ഇങ്ങനെ കൈ ചൂണ്ടരുത്. ഒരാളെ മക്കളിലേക്ക് കൈ ചൂണ്ടിയാൽ 3 വിരൽ നിങ്ങളെ തിരിച്ച് കൈ ചൂണ്ടും. ഓൽക്കൊരു കുഴപ്പം പറ്റിയിട്ടില്ല. വല്ല കുഴപ്പമൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ വീടിന്റെയും നമ്മുടെ കുടുംബത്തിന്റെയും സംവിധാനങ്ങൾക്ക് മാത്രമാണ് പിഴവ് പറ്റിയിട്ടുള്ളത്. സമൂഹത്തെ കുറിച്ച് നല്ല ബോധം വേണം. നമ്മൾ ജീവിക്കുന്ന സമൂഹത്തെ പറയാറുള്ളത്, നമ്മളല്ലാതെ ഈ ഉത്തരവാദിത്തം വേറെ ആരും ഏറ്റെടുക്കില്ല. സമൂഹം ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തമാണ് അംറും ബിൽ മഅറൂഫ് വനഹ്യുൻ അനിൽ മുൻകർ. തിന്മ കാണുമ്പോൾ കൈകൊണ്ട് തടയുകയും നന്മ കൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിലാണ് നല്ല മക്കൾ വളരുള്ളൂ. പക്ഷേ ഇപ്പൊ അതില്ലല്ലോ. അങ്ങനെയുള്ള മനുഷ്യർ പോയിരിക്കുന്നു. ഇപ്പൊ പിന്നെ എങ്ങനെയുള്ളത്? ബബിൾ സൊസൈറ്റി. അങ്ങനെ പറയാ. ഇപ്പോഴത്തെ ഞാനും നിങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹത്തിനെ സോഷ്യൽ സൈക്കോളജിയിൽ പറയുന്നത് ബബിൾ സൊസൈറ്റി എന്നാണ്. കുമിള പോലെ ദൗർബല്യം പിടിച്ച ഒരു സാധനം. എന്താണത്? ഒരൊറ്റ ഉദാഹരണം കൊണ്ട് ആ പ്രയോഗത്തെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഞാനിങ്ങനെ വൈകുന്നേരം സമയത്ത്, മഗ്‌രിബിന്റെ സമയത്ത് ഒരു ഊടുവഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും അവിടെ നിൽപ്പുണ്ട്. ഈ പ്രായത്തിലുള്ള മക്കൾ ഈ സമയത്ത് ഈ സ്ഥലത്ത് നിൽക്കാൻ പാടില്ല. സമൂഹം അവരുടെ മുന്നിലൂടെ കടന്നു പോകും. എല്ലാവരും പോവുകയാണ്. എല്ലാവരും ഇങ്ങനെ നോക്കി. ആർക്കും ഒന്നും തോന്നിയില്ല. ഇത് പ്രായപൂർത്തിയായ മക്കളാണെന്നോ, ഇതൊരാണും പെണ്ണുമാണെന്നോ, സമയം ഇരുട്ടിയിട്ടുണ്ടെന്നോ, ഇതുവരെ നിൽക്കാൻ പാടില്ലാത്തതാണെന്നോ ഒന്നും സമൂഹത്തിന് മനസ്സിലാകുന്നില്ല. സമൂഹത്തിൽ ഓരോരുത്തർ അതിലൂടെ കടന്നുപോയി. ഞാനും അതിലൂടെ കടന്നു പോകുന്നു. ഞാൻ പോകുമ്പോൾ ഈ മക്കളിലേക്ക് നോക്കിയപ്പോൾ ആർക്ക് നൊന്തില്ലെങ്കിലും എനിക്ക് പ്രയാസം തോന്നണം. കാരണം ഞാനിങ്ങനെ നോക്കിയപ്പോൾ എൻ്റെ മൂത്ത മകളുടെ അതേ പ്രായത്തിലുള്ള ഒരു പെൺകുട്ടിയാണ് നിൽക്കുന്നത്. ഞാനാകുന്ന സമൂഹം പോലും നീ ആരാണ്, എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്, നീ ആരുടെ മകളാണ് എന്ന് ചോദിക്കുവാൻ മോറൽ കപ്പാസിറ്റി ഇല്ലാത്ത, വാല്യൂ കപ്പാസിറ്റി ഇല്ലാത്ത ഒരു സമൂഹം. ഞാൻ കടന്നു പോവുകയും അവസാനം ഈ ഞാനാകുന്ന വയസ്സനായ ആള് പോലും തൊട്ടപ്പുറത്തേക്ക് മാറി നിന്ന് തിരിഞ്ഞു നോക്കും. എട്ടും പൊട്ടും തിരിയാത്ത ഈ മക്കളെങ്ങാനും അവരുടെ പ്രായത്തിന്റെ ചാബല്യത്തിൽ നിന്ന് വല്ലതും ചെയ്തു വെച്ചാൽ എനിക്ക് സുഖകരമായ വല്ല കാഴ്ചയും കാണുമോ എന്ന് കാതോർത്ത് നിൽക്കുന്ന ഒരു ദുർബലപ്പെട്ട സമൂഹത്തിലാണ് നമ്മുടെ കുടുംബം നിലകൊള്ളുന്നത് എന്ന ബോധം നമുക്കൊക്കെ ഉണ്ടാവണം. അപ്പോ സമൂഹം ഇനി നമ്മളെ മക്കളെ നന്നാക്കൂല, അവർക്ക് കാവലൊരുക്കുകയില്ല. അവർ പോകുന്ന സ്ഥലത്തെല്ലാം സമൂഹത്തിന്റെ കാവലിലാണ് മനുഷ്യൻ നന്നാവേണ്ടത്. അപ്പൊ ആ സമൂഹം ദുർബലപ്പെട്ടപ്പോ ഇനി ആകെയുള്ള ഒരു പെനേഷ്യ, ഒരൊറ്റമൂലി നമ്മുടെ കുടുംബ സംവിധാനത്തെ ശരിയാക്കുക എന്നുള്ളതാണ്. ഒന്ന് റെഡിയാക്കി നിർത്തുക. നമ്മളൊരു ആർട്ടിഫിഷ്യൽ സമൂഹത്തെ നിലനിർത്തുക. നിങ്ങളുടെ കുടുംബത്തിന് അത് ശരിക്കും സാധിക്കും. ഇപ്പൊ നമ്മളിവിടെ ഇരിക്കുമ്പോൾ ഇതിന്റെ വൈവിധ്യത്തെ, റെയിൻബോ ഫാമിലിയാണ് നിങ്ങളുടേത്. എല്ലാ നിറങ്ങളും എല്ലാ വർണ്ണങ്ങളും കൂടിയിട്ടുണ്ട്. പണ്ഡിത സമ്പത്ത്, രാഷ്ട്രീയ പ്രവർത്തകർ, ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ, കച്ചവടം ചെയ്യുന്നവർ, നാട്ടിൽ നല്ല അടിവേരുള്ള വ്യക്തികൾ, എല്ലാം തികഞ്ഞ നിറഞ്ഞ ഒരു കുടുംബമാണ്. ഞാൻ പറയും, ഈ നാട്ടിൽ അത്ഭുതം സൃഷ്ടിക്കാൻ നിങ്ങൾക്ക് കഴിയും. ഈ നാട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ഈ കൂട്ടായ്മയെ, നിങ്ങളുടെ തീരുമാനങ്ങളെ
ഈ നാട് കുതിക്കുന്നുണ്ട് എന്നർത്ഥം. നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ മക്കൾ വളരുന്ന ഒരു കാലത്തെ കുറിച്ചുള്ള സാമാന്യമായ ബോധമില്ലെങ്കിൽ ഇവർക്ക് ഹിദായത്ത് കൊടുക്കാൻ നമ്മുടെ കുടുംബത്തിന് കഴിയില്ല. ഈ സമൂഹം എന്ന് പറയുന്നത് അവർക്ക് എവിടെ നിന്നാണ് പ്രശ്നം തുടങ്ങുന്നത് എന്നതാണ്. അവരുടേതല്ല പ്രശ്നം, അങ്ങനെ വന്നതാ. ഒന്ന്, ഈ സമൂഹം, ഈ കുട്ടികൾ എന്ന് പറയുന്നത് ഞാനും നിങ്ങളും ജീവിച്ച ഒരു ജനറേഷൻ അല്ല, സർപ്ലസ് ജനറേഷൻ എന്നാ പറയാ, സർപ്ലസ് ജനറേഷൻ. അപ്പൊ അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും. എന്താ സർപ്ലസ് ജനറേഷൻ? സർപ്ലസ് ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സാധനം ചോദിച്ചപ്പോ 12 എണ്ണം തിരിച്ചു കൊടുത്തവർ, ഒരു സാധനം കൊടുത്തപ്പോ 12 എണ്ണം കിട്ടിയവർ. നമ്മളെങ്ങാനും മുൻകാല കുടുംബത്തിന്റെ പ്രയാസങ്ങളും പട്ടിണിയും പറഞ്ഞാൽ അത് ഫെയറി ടെയിൽസിലെ കഥയാണ്, അസാത്തീറുൽ അവ്വലീൻ, നിങ്ങൾ വെറുതെ കെട്ടുകഥ പറയുകയാണ് എന്ന് പറയും. നിങ്ങൾ എന്തിനാ അത് പറയുന്നത്? നിങ്ങൾ നുണയാണ് പറയുന്നത്. അവർക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. അവർക്ക് 5 പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇന്ന് നമ്മുടെ വീട്ടിൽ വളരുന്ന കുഞ്ഞുങ്ങളുടെ 5 പ്രശ്നത്തെ മാതാപിതാക്കളും കുടുംബങ്ങളും എന്ന രീതിയിൽ നമ്മൾ മനസ്സിലാക്കണം. അതിൽ ഒന്നാമത്തെ പ്രശ്നം ദ പ്രോബ്ലം ഓഫ് പ്ലന്റി. ദ പ്രോബ്ലം ഓഫ് പ്ലന്റി. ഒരുപാട് കൊടുത്തതിന്റെ പ്രശ്നം നമ്മുടെ വീട്ടിലുണ്ട്. ഒരുപാട് നമ്മൾ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഒരു ഉദാഹരണം നമ്മൾ പറയാം. നമ്മുടെ വീടുകളിൽ ഓരോ കുട്ടിക്കും, ഒരു ചെറിയ കുട്ടിക്ക് പോലും ഒരു റൂം കൊടുത്തവരാ നമ്മൾ. ഓരോ റൂമാ കൊടുത്തത്. എന്നിട്ട് നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ അതിഥിയായി വന്നു എന്ന് വെക്കുക. അതിഥി മറ്റാരുമല്ല, ആ കുട്ടിയുടെ ഗ്രാൻഡ് മദറാണ്, ഉമ്മയുടെ അമ്മയാണ്. മിക്ക ഉമ്മുമ്മമാരും ഉപ്പുപ്പമാരും സെറ്റിയിലാണ് കിടക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്കാരന്റെ വീട്ടിന്റെ കുടുംബ വ്യവസ്ഥയുടെ അവസ്ഥയാണിത്. സെറ്റിയിലാ കിടക്കുന്നത്, റൂമില്ല. റൂമില്ലാഞ്ഞിട്ടല്ല, ചെറിയ മക്കളാണ് അവിടെ കിടക്കുന്നത്. അപ്പൊ ചില സമയത്ത് വന്ന ഗസ്റ്റിന്റെ ഗൗരവം മനസ്സിലാക്കി 2 മക്കളെ ഒരുമിച്ച് കിടത്തും നമ്മൾ. എങ്ങനെ കിടത്തും? 7ാം ക്ലാസ്സിൽ പഠിക്കുന്നവനെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നവന്റെ റൂമിലേക്കാക്കി നമ്മൾ അവൻ ഉറക്കാൻ കിടത്തും. നേരം വെളുത്ത് ഉമ്മ അടുക്കളയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് മൂത്തോൻ വന്നിട്ട് പറയും ഞാൻ ഉറങ്ങിയില്ലെന്ന്. അപ്പോ അനിയൻ പറയും ഞാനും ഉറങ്ങിയിട്ടില്ല. എന്താണ് നിങ്ങളെ ഉറക്കം തടസ്സപ്പെടുത്തിയത് എന്ന് ചോദിക്കുമ്പോൾ പറയും ഇക്കാക്കാന്റെ കാല് ദേഹത്ത് തട്ടിയപ്പോ എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ലെന്നാണ്. ദ പ്രോബ്ലം ഓഫ് പ്ലന്റി. എല്ലാ പ്രശ്നങ്ങളുടെയും അടിസ്ഥാനം നമ്മുടെ വീടിന്റെ ചില സംവിധാനങ്ങളാണ്. അല്ലെന്ന് പറയാൻ വെക്കോ? ഔഹനൽ ബുയൂത്ത്, ദൗർബല്യമുള്ള വീട്. ഇങ്ങനെയാണ് നമ്മൾ ദൗർബല്യം പഠിപ്പിച്ചിട്ടുള്ളത്. ഷെയർ ചെയ്യാൻ നമ്മൾ പഠിപ്പിച്ചിട്ടില്ല. രണ്ടാമത്തേത് പ്രോബ്ലം ഓഫ് ചോയ്സ്. കുട്ടികൾക്ക് ഒന്ന് പോരാ, ചോയ്സ് കൊടുത്തവരാണ് നമ്മൾ. എന്താ ചോയ്സിന്റെ പ്രശ്നം? നോക്കൂ, രാവിലെ എണീക്കുമ്പോ തുടങ്ങും നമ്മുടെ വീട്ടിന്റെ ദൗർബല്യം തുടങ്ങാൻ. നമ്മളൊക്കെ വളർന്ന സമയത്ത് ഒരു വീട്ടിൽ 5 മക്കളുണ്ടെങ്കിൽ 5 മക്കൾക്ക് ഉമ്മ പുട്ടിയിട്ടിട്ട് കഴിച്ചു പോയിക്കോളെന്ന് പറയും. എല്ലാവരും കഴിച്ചു പോകും. ഇന്ന് ആകെ 3 എണ്ണേ ഉള്ളൂ. 3 കുട്ടികൾ, ഒരാൾക്ക് അപ്പം വേണം, ഒരാൾക്ക് പുട്ട് വേണം, ഒരാൾക്ക് ഉപ്മാവ് വേണം. ഉണ്ടാക്കി താ എന്ന് പറയാൻ ഈ മക്കൾക്ക് ഒരു കുശലുമില്ല. അവർ ധരിച്ചിട്ടുള്ളത് ഉമ്മ അടിമപ്പെണ്ണാണ്. വീടിനകത്ത് ആദ്യം ഓണാകുന്ന മെഷീനും അവസാനം ഓഫാകുന്ന മെഷീനും അവന്റെ ഉമ്മയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ പറച്ച വേലക്കാരിയാണ് അവൾ. എന്തൊരു കഷ്ടമാണിത് അല്ലേ? ഇതുണ്ടാക്കി കൊടുക്കാൻ ഈ കഴുതകൾക്ക് പ്രയാസമുണ്ടോ? മനഃപൂർവ്വം പറഞ്ഞാണ്. കഴുത എന്നുള്ള പേര് വിളിക്കാമോ എന്ന് വെച്ചാൽ വിളിക്കാം. അല്ല മനുഷ്യനെ വിളിച്ച പേരാണ്. ആ വേർഡുകൾ നമുക്ക് ഉപയോഗിക്കാം. അതുണ്ടാക്കി കൊടുക്കാൻ ഇവർക്കും പ്രശ്നമില്ല. ചോയ്സ് പ്രശ്നമുണ്ട്. വളർന്ന് ഈ മാനസികാവസ്ഥ ഒരു കല്യാണത്തിൽ ഒടുങ്ങാത്ത അവസ്ഥയിലേക്ക് നമ്മൾ എത്തി എന്ന് മനസ്സിലാക്കണം. ഒന്നും പോരാ, രണ്ടാമതൊന്ന് ട്രൈ ചെയ്യണം എന്ന മാനസികാവസ്ഥയിലേക്ക് കുട്ടികൾ എത്തപ്പെട്ടതിന്റെ പിറകിൽ വീടിന്റെ ഭൗതിക സാഹചര്യത്തിൽ പിന്നെ അതിന്റെ ഒരു എലമെന്റാണ്. മൂന്നാമത്തതാണ് സർപ്ലസ് ജനറേഷന്റെ മൂന്നാമത്തെ പ്രശ്നം ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ. ഒരു കാര്യം ആഗ്രഹിച്ചാൽ അപ്പൊ എനിക്ക് കിട്ടണം, കാത്തു നിൽക്കണ പണിയേ ഇല്ല. നമ്മളൊക്കെ അങ്ങനെയല്ലേ? എനിക്ക് എന്റെ കുട്ടിക്ക് ഷവർമ വേണമെന്ന് പറയുമ്പോൾ അപ്പൊ 12 മണിക്ക് ബൈക്ക് എടുത്ത് പോവാ വാപ്പ വാങ്ങിച്ചു കൊടുക്കാൻ. ഏതൊരു കുട്ടിയും നന്നായി വരണമെങ്കിൽ ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ. ഒരു കാര്യം ആഗ്രഹിച്ച് അത് വരാൻ അല്പം കാലം കൊടുക്കണം, അപ്പോഴാണ് മൂല്യം ഉണ്ടാവും. പക്ഷെ നമ്മൾ സ്നേഹം എന്ന് വിചാരിച്ച് ചെയ്യുന്ന പലതും പോയിസണസ് പാരന്റിംഗ് ആണ്, അപകടം പിടിച്ച പണിയാണിത്. നമുക്കതറിയില്ലല്ലോ. ഇനിയോ നാലാമത്തതാണ് ഫിനാൻഷ്യൽ ഇല്ലിറ്ററസി. അത് നമ്മൾ ഈ വളരുന്ന 15 വയസ്സുള്ള കുട്ടിയോട് നിങ്ങൾ ചോദിച്ചു നോക്ക്, ഇന്ന് ഒരു ദിവസം അരിയുടെ വില എത്രയാണ്? ഐ ചലഞ്ച്, ഇതിൽ എത്ര പേർക്കറിയാം ഇന്ന് ഉള്ളിയുടെ വില എത്രയെന്ന് അറിയുന്ന ഒരു മക്കളെ നിങ്ങൾ കാണിച്ചതാ? ഇല്ലിറ്ററേറ്റ് ആണ്. പഠിപ്പിച്ചെടുക്കണം. ആവശ്യവും അത്യാവശ്യവും അനാവശ്യവും ആർഭാടവും. എന്താ കോഗ്നിഷൻ ലീക്കേജ് എന്ന് പറഞ്ഞാൽ ഒരു നന്മ കുറവുണ്ട്. ആ നന്മ കുറവുള്ളപ്പോ അല്ല പറയും നിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ഒക്കെ തരും, ഒന്ന് പോയി നോക്ക് എന്ന് പറയുമ്പോ ആ മനുഷ്യൻ ചിന്തിക്കൂലേ ഞാൻ ആരെടുത്ത് പോയാലാ എനിക്ക് കിട്ടുകയെന്ന്?
ആദ്യം പോകുന്നത് അവൻ തീരുമാനിക്കുന്നത് എന്റെ ഇക്കാക്കാന്റെ അടുത്ത് പോണം. ഇക്കാക്ക കണ്ടോ, പടച്ച തമ്പുരാൻ എന്റെ കയ്യിലും കാലിലും ചങ്ങല ഇട്ടിട്ടുണ്ട്, ഒരു നന്മ കുറവുണ്ട്, നിങ്ങൾ കടം തന്നാൽ എന്നെ രക്ഷപ്പെടുത്തും. അപ്പൊ സഹോദരൻ പറയാ ഇത് പരലോകമാ, സെന്റിമെന്റ്സിന് വിലയില്ല കേട്ടോ. എന്റെ ആദ്യം സഹോദരന്റെ അടുത്ത് പോകാൻ അത്ര ബന്ധമുള്ളതാ. അതുകൊണ്ട് സഹോദരങ്ങൾ തമ്മിൽ നല്ല ബന്ധമാണ് ഉണ്ടാകേണ്ടത്. നമ്മുടെ വീട്ടിന്റെ കൾച്ചർ നിശ്ചയിക്കുന്നത് ജെൻസിയാണ്, പുതിയ തലമുറയാണ്. 13-നും 28-നും ഇടയിലുള്ള കുട്ടികളാണ് നമ്മുടെ കൾച്ചർ ഡിസൈഡ് ചെയ്യുന്നത്. ഏത് ഹോട്ടലിലേക്ക് പോകണം എന്ന് അവർ തീരുമാനിക്കും, ഏത് സ്ഥലത്തേക്ക് ഷോപ്പിങ്ങിന് പോകണമെന്ന് അവർ തീരുമാനിക്കും. കുടുംബത്തിലേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾ പോണ്ട എന്ന് പറയും. ഈ മക്കളോട് എനിക്ക് പറയാനുള്ളത്, വാപ്പമാരെയും കുടുംബത്തെയും ഒക്കെ നിങ്ങൾ പ്രലോഭിപ്പിച്ച് എല്ലാ കുടുംബത്തിലും കയറി ഇറങ്ങാനും കൂടെ പറയാൻ അവസാനിപ്പിക്കും. മനുഷ്യൻ എത്തപ്പെടുന്ന ഒരവസ്ഥയെക്കുറിച്ച് പറയുന്നുണ്ട്. മനുഷ്യൻ ചിലരെ സുമ്മം പൊക്കുമൊന്നിയും കണ്ണുണ്ട് കാണില്ല, ചെവിയുണ്ട് കേൾക്കില്ല, ഇല്ലേ, നാവും ചുണ്ടൊക്കെ ഉണ്ടോ വർത്താനം പറയില്ല. ഇങ്ങനെ ഒരു മനുഷ്യരുടെ രൂപാന്തരം അല്ല പറയുന്നുണ്ട്. ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്ന മക്കളെ നമ്മൾ പറയുന്നത് ബ്രോയിലർ ബ്രെയിൻ ചിൽഡ്രൻ എന്നാണ്. ബ്രോയിലർ ബ്രെയിൻ ചിൽഡ്രൻ ഇല്ലേ? എന്താണത് ബ്രോയിലർ ബ്രെയിൻ ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ? കോഴിക്കൂട് നിങ്ങൾ കണ്ടിട്ടില്ലേ? കോഴി വാങ്ങാൻ പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു ചെറിയ കൂട്. ആ കൂട് വിട്ടവർ ഇറങ്ങില്ല. ആ കോഴിക്കൂടിന്റെ വാതിൽ തുറന്നാലും ആ കോഴികൾ പോകില്ല. അതിനൊരു പൂട്ടും വേണ്ട, വാതിലും വേണ്ട, അവരവിടെ കിടക്കും. ഞാനും എൻ്റെ മുറിയും എൻ്റെ ഇൻസ്റ്റാഗ്രാമും എൻ്റെ വാട്സപ്പും ഇതാണ് അതിൻ്റെ ലോകം. അതിലിങ്ങനെ കിടക്കുകയാണ് ഇവർ, ഇങ്ങനെ കിടക്കുന്നു. ഇനി ഈ കോഴിക്കൂട്ടിലേക്ക് രാവിലെ ഒരു ലോഡ് വരും, ഒരു ലോഡ് ഇങ്ങനെ വരും, കുറേ പുതിയ ആൾക്കാർ വരുന്നു. അപ്പോഴേക്കും ഓരോന്നിനെ എടുത്തു കൊണ്ടിട്ടുണ്ടാവും. ഈ വരവും പോക്കും അതിൽ കിടക്കുന്ന ഒരു കോഴിയും അറിഞ്ഞിട്ടില്ല. ഒരു കോഴി അറിഞ്ഞിട്ടുണ്ടാവില്ല. നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ കുടുംബത്തിൽ ഒരാൾ വന്നാൽ എന്താപ്പ നടക്കുന്നത്? നിങ്ങൾ സത്യം പറ. കുടുംബത്തിലെ ഒരാൾ കയറി വരുമ്പോ കുട്ടികൾ വീട്ടിനകത്തേക്ക് പോകും. ഉമ്മ മുണ്ടൂല്ല, ഓള് പഠിക്കാണ്, ഓളവിടെ ഇരിക്കാണ് എന്ന് പറയും. എന്നിട്ട് കുടുംബം പോകുമ്പോ അവര് വന്നിട്ട് ചോദിക്കും പോയോന്ന്. എന്തേ പുറത്തു വരാത്തത്? ഫിയർ ഓഫ് കമ്മിറ്റ്മെന്റ്. കമ്മിറ്റ്മെന്റ് പേടിയാ. ഈ കുടുംബത്തോടും ഈ മനുഷ്യനോടും ഒക്കെ ഞാൻ ചിരിച്ചൊരു ബന്ധം സ്ഥാപിച്ചാൽ പുറത്തിറങ്ങുമ്പോഴും ഈ മനുഷ്യൻ പിന്നെ ചോദിക്കും എന്താ ഇവിടെ എന്ന്. അതുകൊണ്ട് കുടുംബത്തിന്റെ കമ്മിറ്റ്മെന്റും ടൈപ്പ് ഒന്നും വേണ്ട, ഒറ്റക്കൊറ്റക്ക് ജീവിച്ചാൽ മതി, അല്ലേ? അത് കഴിഞ്ഞ് ഈ കുട്ടികളെല്ലാം ഡിസ്ട്രാക്റ്റഡ് ഫ്രം റിയാലിറ്റീസ്. കുടുംബത്തിലുള്ള കുറെ യാഥാർത്ഥ്യങ്ങളുണ്ട്, അതിനൊക്കെ അവര് വേറെയാണ്. രാത്രികാലത്ത് വാപ്പ ഇങ്ങനെ വറ്റുവാരി കഴിക്കുന്നത് പോലെ ഗുളിക ഇങ്ങനെ കയ്യിൽ പിടിച്ചിരിക്കുമ്പോഴാണ് 10-18 വയസ്സുള്ള ഒരു കുട്ടി മുന്നിലൂടെ പോകുന്നത്. ഒന്നടുത്തിരുന്ന് ഇത്രയധികം ഗുളിക കുടിക്കാൻ എൻ്റെ ഉപ്പാക്ക് എന്താണ് അസുഖം എന്ന് ചോദിക്കാത്തവർ. ഓൽക്കാതൊന്നും അസുഖപ്പെടുത്തുന്നില്ല. ഇനി മരണം സംഭവിച്ചു എന്ന് വെച്ചോ, സീറോ തോട്ട് ഓഫ് ഡെത്ത്. പുതിയൊരവസ്ഥയാണ്. ഒരു മരണം സംഭവിച്ചാലോ നമ്മൾ വിചാരിക്കും നമ്മളൊക്കെ ഇപ്പം മരിച്ചാൽ എൻ്റെ കുട്ടികളും എൻ്റെ ഭാര്യയൊക്കെ 6 മാസത്തോളം എന്നോട് പ്രാർത്ഥിച്ച് ഇടങ്ങേറായി ഇങ്ങനെ ആകെ ബ്രേക്ക് ഡൗൺ ആയിരിക്കുമെന്ന്. തൊട്ടടുത്ത പിറ്റേ ദിവസം സാധാരണ ജീവിതത്തിലേക്ക് അവർ മടങ്ങും. അന്നവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളുടെയും കാരണക്കാരൻ ഇന്നലെ മണ്ണോട് ചേർന്നു എന്ന ബോധം അവരിലില്ല. മരണം അസ്വസ്ഥപ്പെടുത്താത്ത ഒരു തലമുറ അല്ലെ? അസ്വല സാഫിലി എന്ന് പറഞ്ഞ ഒരു വലിയ പ്രയോഗമാണ്. OBC എന്ന് വരെ നമുക്ക് അർത്ഥം വെക്കാം. ഒന്നുമില്ല കയ്യില്. അപ്പോ എനിക്ക് ഇന്ന കഴിവുകളുണ്ടെന്ന് മനസ്സിലായിട്ടില്ല. മോനെ നിനക്കത് പറ്റും എന്ന് പറഞ്ഞാല് ഇല്ലപ്പാ എനിക്കത് പറ്റൂല, എനിക്കൊരു കഴിവില്ല. മൂന്നാമത്തത് ഡ്രീംലെസ്നെസ്. എത്തപ്പെടാനും ചെന്ന് പിടിക്കാനും നേടാനും ഒരു സ്വപ്നമൊക്കെ വേണം. യാതൊരു സ്വപ്നമില്ല, വരുന്നിടത്ത് വെച്ച് കാണാം. ഇതൊക്കെ എനിക്ക് പറയാൻ പറ്റുമോ എന്ന് അറിഞ്ഞൂടാ. തെക്കൻ ഭാഗത്തുള്ള കോളേജുകളിൽ അഥവാ തിരുവനന്തപുരം സൈഡിലുള്ള കോളേജുകളിൽ ഡിഗ്രി കഴിഞ്ഞിറങ്ങുന്ന കുട്ടികൾക്ക് പ്രിൻസിപ്പൾ ഒരു എക്സിറ്റ് ഇന്റർവ്യൂ വെക്കും. എക്സിറ്റ് ഇന്റർവ്യൂ. ഇനി എന്താണ് നിന്റെ പ്ലാൻ എന്ന് ചോദിക്കുന്ന ഒരു അവസാനത്തെ വർത്തമാനമാണ്, ദ ഫൈനൽ ടച്ച്. അവസാനം കുളിച്ച് റെഡിയാക്കിയതിന് ശേഷം കുട്ടിക്ക് കുത്തിടുന്നത് പോലെ സൗന്ദര്യമുള്ള ഒരു കൊത്തിടുന്ന പരിപാടിയാണ്. എന്താ എൻ്റെ പരിപാടി? അപ്പൊ അവൻ പറയുമ്പോൾ സന്തോഷമുള്ളൊരു വർത്തമാനം കേൾക്കും. എന്താ സന്തോഷമുള്ള വർത്തമാനം? എന്താ പ്ലാൻ എന്ന് നോക്കുമ്പോൾ പറയും, സാറേ 6 മാസം കഴിയുമ്പോഴേക്കും ഗവൺമെന്റ് ജോലി സെറ്റാണ്. എന്ത് സുഖണ്ടെന്നൊക്കെ കേൾക്കുമ്പോൾ, ഒരു വീട്ടിൽ 5 മക്കളുണ്ടെങ്കിൽ 5 മക്കളും ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ അല്ലേ? നല്ല അടിവേരുള്ള കുടുംബം. ആരാവൻ അങ്ങനെ ആക്കിയത്? ഒരു കുടുംബ വ്യവസ്ഥയാണ്, ഒരു നാടാണ്.
അത് കഴിഞ്ഞ് മിഡിൽ കേരള, മധ്യ കേരളത്തിലെ കുട്ടികളോട് ഡിഗ്രി കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ എന്താണ് നിന്റെ പ്ലാൻ എന്ന് പറയുമ്പോൾ അവൻ പറയും 1 കൊല്ലത്തിനുള്ളിൽ കാനഡയിലേക്ക് മൈഗ്രേഷനാണ്. അവിടുത്തെ കുട്ടികളൊക്കെ ഫോക്കസ് സെറ്റ് ചെയ്തിരിക്കുന്നത് കാനഡയിലേക്ക് പോവുകയാണ്. ഇവിടെ ഒന്നും വേണ്ട, കുറെ പൈസ ഉണ്ടാക്കി വേറൊരു വിദേശ രാജ്യത്ത് ജീവിക്കണം. ഇനി നമ്മളെ നാട്ടിലെ കുട്ടിയുടെ അടുത്ത് ചോദിച്ചാൽ കണ്ണും തുറച്ച് എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ചോദിക്കും, വരുന്നിടത്ത് വെച്ച് കാണാം ആരാണിത് സൃഷ്ടിക്കപ്പെട്ടത്? ദ സ്പൈഡർ ഹോം, ദൗർബല്യം പിടിച്ച വീട്ടിടങ്ങൾ. ആരാത് കൊടുക്കേണ്ടത്? നമ്മളാ കൊടുക്കേണ്ടത്. ഇങ്ങോട്ട് കച്ചവടം ചെയ്യാൻ പോവുക, ചായ കച്ചവടം. ഇങ്ങോട്ട് ജയിക്കോ ഇല്ല, ഇന്ന് തുടങ്ങും നാളെ പൂട്ടും, നാളെ തുടങ്ങും മറ്റന്നാൾ തുറക്കും. ഇങ്ങനെ തുടങ്ങിയ അവസ്ഥയിലേക്ക് പരുവപ്പെടാൻ കാര്യം നമ്മളാൽ സൃഷ്ടിക്കപ്പെട്ട ഒരു കുടുംബവും ഈ കുടുംബം ചേർന്ന ഒരു മലബാറിന്റെ സംസ്കാരവുമാണ് കുട്ടികൾ എങ്ങനെയാക്കുന്നത്. അപ്പൊ ആദ്യം നന്നായി കിട്ടേണ്ടത് കുടുംബ സംവിധാനമാണ്. നമ്മൾ ശരിയാവണം, അല്ലേ? ഇനി ഇതൂടെ പറയാൻ അവസാനിപ്പിക്കും. ഇതിപ്പോ പറയാൻ നിന്നാൽ തീരാത്തൊരു സാധനമാണ്. കുടുംബ സംവിധാനം അത്ര ആഴം വരപ്പുള്ള ഒരു സാധനമാണ്. സൃഷ്ടിക്കണം ഒരു സ്പിരിച്വൽ ആർക്കിടെക്ചർ നമ്മുടെ വീട്ടിനകത്ത് ഉണ്ടാവണം. അല്ലെങ്കിൽ നമ്മളൊക്കെ എങ്ങനെയാന്ന് പറയുന്നറിയോ? ചതിയനായ കുടുംബനാഥന്മാർ. അങ്ങനെ ഒരു കുടുംബനാഥനുണ്ട്, ചതിയനായ കുടുംബനാഥന്മാർ. ഏതാ ചതിയന്മാരായ കുടുംബനാഥന്മാർ? കുട്ടികൾക്ക് കണ്ടമാനം തിന്നാൻ കൊടുക്കും, കണ്ടമാനം വസ്ത്രം വാങ്ങിച്ചു കൊടുക്കും, വീട്ടിലെല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പക്ഷേ ആ നിയമം പാലിക്കും. അത്ഭുതകരമായ കുടുംബസങ്കല്പം. കുടുംബത്തിൽ അങ്ങനെ പറയാൻ ഒരാളും കേൾക്കാൻ ഒരാളും ഇല്ലെങ്കിൽ ആ കുടുംബം എത്തപ്പെടുന്ന ദൗർബല്യം അറിയോ നിങ്ങൾക്ക്? എല്ലാവരും അവനവന്റെ ഇഷ്ടത്തിന് മൈ ലൈഫ് മൈ റൂൾസ്, എന്റേതാണ് ജീവിതം, എന്റേതാണ് എൻ്റെ നിയമം. അങ്ങനെയാണ് നമ്മുടെ വീടുകൾ. 4 മുറികൾ, 4 ജീവിതങ്ങൾ, എല്ലാം അതിനകത്താണ്. ഓരോരുത്തരും ഓരോ മുറിയിൽ ബ്ലൂ സൈലൻസ് സോൺസ്. എത്തപ്പെടാൻ കയറി ചെല്ലാൻ പറ്റാത്ത കുറെ ഏരിയ ഉണ്ട്. മുതിർന്ന വലുതായ മക്കൾ വാതിലടിച്ച് നെറ്റും കമ്പ്യൂട്ടറും ഉപയോഗിക്കുമ്പോൾ എന്താണ് അവൻ ഇത്രയും നേരം അവിടെ ചെയ്യുന്നതെന്ന് കൃത്യമായ ധാരണ ഉണ്ടായിരിക്കെ ആ വാതിൽ തുറന്ന് നീ എന്താണ് എവിടെയാണ് പോയത് എന്ന് നോക്കാൻ ധൈര്യമില്ലാതെ മിണ്ടാതെ പോകുന്ന കുറെ ഏരിയകളുണ്ട്. ബ്ലൂ സൈലൻസ് ആണ്. ഇത് നമ്മൾ പൊട്ടിക്കണ്ടേ? നമുക്ക് പേടിയാണ്. മക്കളോട് ഇതൊക്കെ ചോദിക്കാൻ നമുക്ക് പേടിയാണ്. അപ്പോ വളരുന്ന മക്കൾ ആലോചിക്കണം, ബാപ്പയാണ് ആ കുടുംബത്തിലെ രാജാവ്. മൂപ്പരില്ലെങ്കിൽ ആ വീടിന്റെ അവസ്ഥ നിങ്ങൾക്കറിയോ? ഇല്ലേ? എല്ലാരും ഉമ്മാനെ കുറിച്ചിട്ടാണ് പറയാറുള്ളത്. ആരും വാപ്പയെ കുറിച്ച് പാടിയിട്ടില്ല, പറഞ്ഞിട്ടില്ല. പറയാത്തത് അത് അസാധ്യമായതുകൊണ്ടാണ്. മിഷൻ ഇമ്പോസിബിൾ. അത് പറ്റാത്ത പണിയാണ്. വാപ്പയെപ്പോലെ സാഹസികനായ ഒരു മനുഷ്യനെ നിങ്ങൾ കാണോ? ഇഷ്ടമുള്ള ഭക്ഷണം തോന്നിയതുപോലെ കഴിക്കാതെ, ഇഷ്ടമുള്ളൊരു വസ്ത്രം ധരിക്കാതെ മുഴുവൻ മക്കൾക്കായി ഒരുക്കി വെച്ചിട്ട് പാപ്പരായി ഇറങ്ങിപ്പോകുന്ന വാപ്പാടെ ഒരു സാഹസികതയുണ്ട്. എൻ്റെ കുട്ടികൾക്കാട്ടെന്ന് പറഞ്ഞാൽ ഇത് വാപ്പാക്ക് മാത്രമേ പറ്റുള്ളൂ. എന്നിട്ട് ആ വാപ്പ ഇങ്ങനെ വളർന്ന് വലുതാകുമ്പോഴാണ് വാപ്പ തന്തവൈപ്പാണ്, ഉപദേശിയാണ്, അല്ലേ? ജനറേഷൻ ഗ്യാപ്പ് ഉണ്ട് എന്ന് പറയുന്നത്. അവസാനം മക്കൾ വീട്ടിനകത്ത് പറയുന്ന ഏറ്റവും ഹാർഡസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, പറയാൻ പാടില്ലാത്ത വർത്തമാനം, എൻ്റെ അപ്പാക്ക് സ്നേഹിക്കാൻ അറിയില്ല എന്നതാണ്. അടക്കാൻ പറ്റുമോ ആ വാപ്പാടെ സ്നേഹം? അളക്കാൻ പറ്റൂല. പക്ഷെ ആണുങ്ങൾക്ക് ഒരു കുഴപ്പമുണ്ട് കേട്ടോ, ഈ സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയാത്തവരാ ഞങ്ങള്. ഈ മക്കൾ അറിയണം, ഉമ്മമാരെ കാണിക്കുന്നത് പോലെ അടക്കി പിടിക്കാനും മടിയിലിരുത്താനും ചോറ് വാരി തരാനും ജനറ്റിക്കലി ഞങ്ങൾക്ക് കഴിയാത്തതാ. ഇത് പ്രകടിപ്പിക്കാൻ അറിയില്ല നമുക്ക്. രണ്ടാമത്തത്, വീട്ടിനകത്ത് ഒരു ഉമ്മയുണ്ട്. ആ ഉമ്മ ആ വീട്ടിലെ രാജ്ഞിയാണ്. അതെ, വീട്ടിലെ മുഴുവൻ അംഗങ്ങളും ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് എൻ്റെ ഉമ്മാക്ക് വേണ്ടി ഒരു സർവീസ് ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്താതെ ഉറങ്ങാൻ പോകരുത്. സുരക്ഷിതമല്ലാത്ത കിടത്താണത്. ഉമ്മാക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സർവീസ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തണം. നമ്മുടെ ശരീരത്തിൽ ഉമ്മാക്ക് വേണ്ടി റബ്ബ് ചെയ്തു തീർത്ത ഒരു അത്ഭുതം അറിയങ്ങൾക്ക്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭംഗിയുള്ള ഭാഗം നമ്മുടെയൊക്കെ വയറിന്റെ നടുവിലെ ബെല്ലി ബട്ടനാണ്. ഇതിനേക്കാൾ ഭംഗിയുള്ള ഒരു ഭാഗം മനുഷ്യ ശരീരത്തിലില്ല. അതിനൊരു ബയോളജിക്കൽ ബ്യൂട്ടി ഉണ്ട്. അതുകൊണ്ടാണ് എല്ലാ സിനിമയിലും മനുഷ്യരെ ഇത് കാണിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഒരു സ്പിരിച്വൽ ബ്യൂട്ടി ഉണ്ട്. അതിന്റെ ആത്മീയ ബ്യൂട്ടി എത്രയാണെന്നറിയോ? എങ്ങനെയാ അതുണ്ടായത്? എന്റെ വയറിൽ ബെല്ലി ബട്ടൺ ഉണ്ടായത് എന്റെ ഉമ്മ എന്നെ ഗർഭം ചുമന്നിരുന്ന കാലത്ത് എന്ത് കഴിച്ചാലും എന്ത് കുടിച്ചാലും അത് പുറത്തേക്ക് തള്ളും. നമ്മൾ പറ, എന്റെ ശരീരം സ്വീകരിക്കാത്ത ഒരു ഭക്ഷണം വീണ്ടും കഴിക്കാൻ നമുക്ക് ധൈര്യം വരുമോ? എനിക്ക് വേണ്ടെന്ന് പറയും. പക്ഷെ എന്റെ ഉമ്മ വേണ്ടെന്ന് പറഞ്ഞില്ല.
ഒരിക്കൽ ഛർദ്ദിച്ച് തീർന്ന് അതിൻ്റെ രുചിയും മണവും വായിൽ നിന്ന് മാറുന്നതിന് മുമ്പ് അവൾ സാഹസികമായി വീണ്ടും വീണ്ടും പതുക്കെ പതുക്കെ കുടിച്ചിറക്കി. എന്തിനെന്നറിയോ? എൻ്റെ ശരീരത്തിൽ, എൻ്റെ ഉമ്മാൻ്റെ ശരീരത്തിൽ നിന്ന് എൻ്റെ വയറിലേക്ക് ഉമ്മ ഒരു കുഴലിട്ടിട്ടുണ്ട്, സ്നേഹത്തിൻ്റെ കുഴൽ.